എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ദോശമാവ് വെച്ച് വളരെ ടേസ്റ്റിയായി ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കാം. ഇതിനായി പാനിലേക്ക് 1 കപ്പ് വെല്ലം പൊടിച്ചതും കൂടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഉരുക്കി ആറാനായി മാറ്റി വയ്ക്കാം. വെല്ലം ഒന്ന് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി. ഇനി വേറൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതുപോലെ കുറച്ച് ഉണക്ക മുന്തിരി കൂടി ചേർത്ത് വറുത്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതേ പാനിലേക്ക് തന്നെ 1/4 കപ്പ് റവ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നല്ല മണം വരുന്നത് വരെ വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1.25 കപ്പ് ദോശമാവ് ചേർക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും റവയും എല്ലാം ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന വെല്ലം അരിച്ചൊഴിക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അടുത്തതായി മാവ് വേവിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം നല്ലവണ്ണം ഒന്ന് ഓയിൽ തേച്ച് കൊടുത്ത ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വിതറി കൊടുത്ത ശേഷം മാവ് ഒഴിക്കാം. ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇറക്കി വെച്ച് വെള്ളം അതിലേക്ക് ഇറങ്ങി വരാതിരിക്കാനായിട്ട് ഒരു തട്ട് വെച്ച് മൂടിയ ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ആറിയ ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി മുറിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.